സഹസ്രാബ്ദങ്ങളായി ഒട്ടകം മരുഭൂമിയിൽ മനുഷ്യനെ സേവിച്ചു വരുന്നു. മരുഭൂമിയുടെ തന്നെ അടയാളമായി ഒട്ടകം മാറിയിരിക്കുന്നു. ഏതാനും ഷഡ്പദങ്ങൾ, ഇഴജന്തുക്കൾ, ചെറുജന്തുക്കൾ എന്നിവയെ ഒഴിച്ചു നിർത്തിയാൽ മരുഭൂമിയുടെ ചൂട് മറ്റ് ജീവികൾക്ക് മാരകമാണ്. അവിടെ അതിജീവന സാധ്യതയുള്ള ഏക വലിയ ജീവി ഒട്ടകമാണ്. ഈ സൂക്തത്തിൽ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിക്കുവാൻ പ്രത്യേകമായി തന്നെ അല്ലാഹു ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടതെന്ന്? എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടതെന്ന അന്വേഷണം ഓരോ വിശദാംശങ്ങളിലും സൃഷ്ടിമാഹാത്മ്യം കണ്ടെത്തുന്നതിലേക്കാവും നമ്മെ നയിക്കുക. മരുഭൂമിയിലെ ഏറ്റവും പ്രധാന പ്രശ്നം പൊള്ളുന്ന ചൂടും ദാഹവുമാണ്. എന്നാൽ മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുകയെന്നത് ഏറെ ദുഷ്കരമാണ്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമിയിൽ ഭക്ഷിക്കാൻ കിട്ടുകയെന്നതും പ്രയാസകരം. അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും നന്നായി സഹിക്കാൻ കഴിയുന്ന ഒരു ജീവിക്ക് മാത്രമേ മരുഭൂമിയിൽ കഴിയുവാനാവുകയുള്ളൂ. ഒട്ടകത്തിന് ഈ രണ്ട് സിദ്ധിവിശേഷങ്ങളുമുണ്ട്. 8 ദിവസങ്ങളോളം തിന്നാതെയും കുടിക്കാതെയും 50 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഒട്ടകത്തിന് കഴിയാനാവും. ദിവസങ്ങളോളം ഭക്ഷിക്കാതെയും കുടിക്കാതെയും കഴിയുന്ന ഒട്ടകം ഭക്ഷ്യപാന സ്രോതസ്സുകൾ കണ്ടെത്തിയാൽ അവ ശരീരത്തിൽ ശേഖരിച്ചു വെക്കാനും കെൽപ്പുറ്റതാണ്. സ്വന്തം ഭാരത്തിന്റെ 1/3 ജലം കുടിച്ച് തീർക്കാൻ ഒട്ടകത്തിന് 10 മിനിറ്റ് മതി. ഒറ്റ വലിക്ക് 130 ലിറ്റർ അകത്താക്കാൻ അതിന് കഴിയും. $40 കിലോഗ്രാമോളം നെയ്യ് അതിന്റെ ശരീരത്തിൽ ശേഖരിക്കാനാകും. ഇതുകൊണ്ടാണ് അവയ്ക്ക് ദിവസങ്ങളോളം ഭക്ഷിക്കാതെയും കുടിക്കാതെയും കഴിയാനാകുന്നത്. മരുഭൂമിയിലെ ഭക്ഷ്യസ്രോതസ്സുകൾ ഉണങ്ങിയതും മുള്ളുള്ളതുമായിരിക്കും. ഈ പ്രതികൂല അവസ്ഥയ്ക്ക് അനുയോജ്യമായാണ് ഒട്ടകത്തിന്റെ ദഹനവ്യൂഹം പ്രവർത്തിക്കുന്നത്. അതിന്റെ പല്ലുകളും ചുണ്ടുകളും ഏറ്റവും മുള്ളുള്ള ഭക്ഷ്യപദാർത്ഥം പോലും എളുപ്പത്തിൽ തിന്നാൻ പറ്റും വിധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ ഏതാണ്ട് എല്ലാ ചെടികളെയും ദഹിപ്പിക്കുവാൻ പാകത്തിലാണ് ഒട്ടകത്തിന്റെ ദഹന വ്യവസ്ഥയുടെ സൃഷ്ടി. മണൽക്കാറ്റ് മരുഭൂമിയുടെ കൂടപ്പിറപ്പാണ്. ഇതാരെയും ശ്വാസം മുട്ടിക്കുകയും അന്ധരാക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു ഒട്ടകത്തിന് നൽകിയ പ്രത്യേക സുരക്ഷാ സംവിധാനം ഈ വിഷമാവസ്ഥയെയും തരണം ചെയ്യാൻ പോന്നതാണ്. മണ്ണിലെ പൊടിയും കട്ടയും കടക്കുന്നതിൽ നിന്ന് അവയുടെ കണ്ണുകളെ തടയും വിധം കൺപോളകൾ സംവിധാനിച്ചിരിക്കുന്നു. അവ സുതാര്യമായതിനാൽ കണ്ണടച്ചിരുന്നാൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാണ്. ഒട്ടകത്തിന്റെ മൂക്കും പ്രത്യേകമായി ഡിസൈൻ ചെയ്യപ്പെട്ടവയാണ്. മരുഭൂമിയിലെ കാറ്റിൽ ഒരു പ്രത്യേക അടപ്പിന്റെ സഹായത്തോടെ മൂക്കടച്ചു വയ്ക്കുവാനും അവയ്ക്ക് കഴിയും. പൂഴിയിൽ പൂണ്ടുപോവുകയെന്നതാണ് മരുഭൂമിയിലെ വാഹനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ 100 കണക്കിന് കിലോ ഭാരം പേറുന്ന ഒട്ടകത്തിന് അത്തരമൊരു പ്രതിസന്ധി അതിജീവിക്കാനാവുന്നത് പ്രത്യേകതയാർന്ന കാലുകളുള്ളതുകൊണ്ടാണ്. പരന്ന കാൽവിരലുകൾ മണ്ണിൽ പൂണ്ടുപോകാതെ മഞ്ഞിൽ ഉപയോഗിക്കുന്ന ഷൂ കണക്കെ സംരക്ഷിക്കുന്നു.
നീണ്ട കാലുകൾ മണൽപ്പരപ്പിന്റെ പ്രതലച്ചൂടിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷ നൽകുന്നു. ശരീരം ശക്തമായ രോമങ്ങളാൽ ആവൃതമായിരിക്കും. ഇത് ചൂടുള്ള സൂര്യരശ്മിയിൽ നിന്നും മരുഭൂമിയിൽ രാത്രിയുണ്ടാകുന്ന തണുപ്പിൽ നിന്നും അവയെ കാത്തുകൊള്ളും. ത്വക്കിനടിയിൽ ഒരു സ്ഥലം അവയുടെ പ്രത്യേക സംരക്ഷണത്തിനായും നൽകപ്പെട്ടിട്ടുണ്ട്. പൊള്ളുന്ന ചൂടിൽ കിടക്കേണ്ടി വരുമ്പോൾ ഈ സ്ഥലം ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. ഇതവയുടെ ത്വക്കിനെ പൊള്ളലിൽ നിന്നും കാത്തുകൊള്ളും. ഇത് കുറെ കാലം കൊണ്ട് വികസിച്ചു വരുന്ന തയമ്പല്ല. ഒട്ടകം ജനിക്കുന്നത് തന്നെ ഈ സിദ്ധിവിശേഷത്തോടെയാണ്. ഇതൊട്ടകത്തിന്റെ സൃഷ്ടിയുടെ പരിപൂർണത നമ്മെ അറിയിക്കുന്നു.